ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 2023 ഓഗസ്റ്റ് മാസം നടത്തിയ നിലവിലുള്ള ടീച്ചേഴ്സിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ കേട്ടറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 1, ചോട്ടി തങ്ക ഏത് വർക്കിന് ഉപയോഗിക്കുന്നു? ചോട്ടി തങ്ക ഏത് വർക്കിന് ഉപയോഗിക്കുന്നു? എ. ഷാഡോ വർക്ക്, ബി. ആരി വർക്ക്, സി. റിബൺ വർക്ക്, ഡി. ബീഡ്സ് വർക്ക്. ആൻസർ ആരി വർക്ക്. ക്വസ്റ്റ്യൻ 72, 8 പ്രാവശ്യം കൊണ്ട് തയ്ച്ച് പൂർത്തിയാക്കുന്ന തയ്യൽ. 8 പ്രാവശ്യം കൊണ്ട് തയ്ച്ച് പൂർത്തിയാക്കുന്ന തയ്യൽ. എ. ക്രോസ് സ്റ്റിച്ച്, ബി. കൗച്ചിങ്, സി. സ്റ്റാർ സ്റ്റിച്ച്, ഡി. സിക്സാഗ് സ്റ്റിച്ച്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി, 8 പ്രാവശ്യം കൊണ്ട് തയ്ച്ച് പൂർത്തിയാക്കുന്ന തയ്യൽ. ആൻസർ സ്റ്റാർ സ്റ്റിച്ച്. ക്വസ്റ്റ്യൻ 73, ഇഴകൾ ഊരിയെടുത്ത ശേഷം 2 അറ്റത്തെ നൂലുകൾ ഒരേ നിരപ്പിൽ തയ്ക്കുന്നത്. ഇഴകൾ ഊരിയെടുത്ത ശേഷം 2 അറ്റത്തെ നൂലുകൾ ഒരേ നിരപ്പിൽ തയ്ക്കുന്നത്. എ. ലാഡർ ഹെം, ബി. ഹോൾബെയിൻ, സി. സിക്സാഗ് ഹെം, ഡി. റോൾഡ് ഹെം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി, ഇഴകൾ ഊരിയെടുത്ത ശേഷം 2 അറ്റത്തെ നൂലുകൾ ഒരേ നിരപ്പിൽ തയ്ക്കുന്നത്. ആൻസർ ലാഡർ ഹെം. ക്വസ്റ്റ്യൻ 74, നടുവിൽ താമരയും ചുറ്റും ബോർഡർ ഡിസൈനും തയ്ക്കുന്നത്. നടുവിൽ താമരയും ചുറ്റും ബോർഡർ ഡിസൈനും തയ്ക്കുന്നത്. എ. ദർജാനി കാന്ത, ബി. ലെപ് കാന്ത, സി. റുമൽ കാന്ത, ഡി. സുജാനി കാന്ത. നടുവിൽ താമരയും ചുറ്റും ബോർഡർ ഡിസൈനും തയ്ക്കുന്നത്. ആൻസർ റുമൽ കാന്ത. ക്വസ്റ്റ്യൻ 75, ഒരു പ്രത്യേക അനുപാതത്തിൽ പാറ്റേണുകളെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്ന രീതി. ഒരു പ്രത്യേക അനുപാതത്തിൽ പാറ്റേണുകളെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്ന രീതി. എ. ഗ്രേഡിംഗ്, ബി. എൻലാഞ്ചിങ്, സി. ലേഔട്ട്, ഡി. സ്പ്രെഡിംഗ്. ഒരു പ്രത്യേക അനുപാതത്തിൽ പാറ്റേണുകളെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്ന രീതി. ആൻസർ എ. ഗ്രേഡിംഗ്. ക്വസ്റ്റ്യൻ 76, മെഷീനിൽ തയ്ക്കുമ്പോൾ ശരിയായ സ്റ്റിച്ച് ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഭാഗം. മെഷീൻ തയ്ക്കുമ്പോൾ ശരിയായ സ്റ്റിച്ച് ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഭാഗം. എ. ഫീഡ് ഡോഗ്, ബി. സ്റ്റിച്ച് റെഗുലേറ്റർ, സി. ടെൻഷൻ സ്പ്രിംഗ്, ഡി. സ്പൂൾ പിൻ. മെഷീനിൽ തയ്ക്കുമ്പോൾ ശരിയായ സ്റ്റിച്ച് ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഭാഗം. ആൻസർ ടെൻഷൻ സ്പ്രിംഗ്. ക്വസ്റ്റ്യൻ 77, നിറ്റിങ്ങിൽ കോളർ തയ്ക്കുന്ന പാറ്റേൺ. നിറ്റിങ്ങിൽ കോളർ തയ്ക്കുന്ന പാറ്റേൺ. എ. ഗാർട്ടർ സ്റ്റിച്ച്, ബി. ബട്ടൺ പാറ്റേൺ, സി. ബാസ്ക്കറ്റ് പാറ്റേൺ, ഡി. മോസ്റ്റ് പാറ്റേൺ. നിറ്റിങ്ങിൽ കോളർ തയ്ക്കുന്ന പാറ്റേൺ. ആൻസർ എ. ഗാർട്ടർ സ്റ്റിച്ച്. ക്വസ്റ്റ്യൻ 78, ഐലറ്റ് ഹോളിന് ഉപയോഗിക്കുന്നത്. ഐലറ്റ് ഹോളിന് ഉപയോഗിക്കുന്നത്. എ. ബോഡ്കിൻ, ബി. കത്രിക, സി. ടേപ്പസ്റ്റി നീഡിൽ, ഡി. സ്റ്റിലറ്റോ. ഐലറ്റ് ഹോളിന് ഉപയോഗിക്കുന്നത് ബോഡ്കിൻ, കത്രിക, ടേപ്പസ്റ്റി നീഡിൽ, സ്റ്റിലറ്റോ. ആൻസർ സ്റ്റിലറ്റോ. ക്വസ്റ്റ്യൻ 79, ഒരു സീമിന് എത്ര ഭാഗങ്ങൾ ഉണ്ട്? ഒരു സീമിന് എത്ര ഭാഗങ്ങൾ ഉണ്ട്? എ. 5, ബി. 4, സി. 3, ഡി. 2. ഒരു സീമിന് എത്ര ഭാഗങ്ങൾ ഉണ്ട്? ആൻസർ സി. 3. ക്വസ്റ്റ്യൻ 80, സ്ക്രീൻ പ്രിൻ്റ് ചെയ്ത നിറം മറ്റു ഭാഗങ്ങളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് സീം ചെയ്യുന്നത്. സ്ക്രീൻ പ്രിൻ്റ് ചെയ്ത നിറം മറ്റു ഭാഗങ്ങളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നത് സ്റ്റീം ചെയ്യുന്നത്. എ. മെഷ് ഗം, ബി. ക്യൂറിംഗ്, സി. ഗം ടക്കർ, ഡി. ടേബിൾ ഗം. സ്ക്രീൻ പ്രിൻ്റ് ചെയ്ത നിറം മറ്റു ഭാഗങ്ങളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് സ്റ്റീം ചെയ്യുന്നത്. ആൻസർ ബി. ക്യൂറിംഗ്. ക്വസ്റ്റ്യൻ 81, കോറൽ സ്റ്റിച്ചിൻ്റെ മറ്റൊരു പേര്. കോറൽ സ്റ്റിച്ചിൻ്റെ മറ്റൊരു പേര്. എ. ഷിവറോൺ സ്റ്റിച്ച്, ബി. കൗച്ചിങ്, സി. സ്റ്റൈൽ സ്റ്റിച്ച്, ഡി. സ്റ്റെം സ്റ്റിച്ച്. കോറൽ സ്റ്റിച്ചിൻ്റെ മറ്റൊരു പേര്. എ. ഷിവറോൺ സ്റ്റിച്ച്, ബി. കൗച്ചിങ് സ്റ്റിച്ച്, സി. സ്നെയിൽ സ്റ്റിച്ച്,
ഡി സ്റ്റെം സ്റ്റിച്ച്. കോറൽ സ്റ്റിച്ചിൻ്റെ മറ്റൊരു പേര്. ആൻസർ സി സ്നൈൽ സ്റ്റിച്ച്. ക്വസ്റ്റ്യൻ 82. 75% ചുവപ്പ് പ്ലസ് 25% നീല ഇവ തമ്മിൽ ചേർത്താൽ കിട്ടുന്നത്. 75% ചുവപ്പ് പ്ലസ് 25% നീല ഇവ തമ്മിൽ ചേർത്താൽ കിട്ടുന്നത്. എ ബ്ലൂ വയലറ്റ്, ബി റെഡ് വയലറ്റ്, സി റെഡ് ഓറഞ്ച്, ഡി ബ്ലൂ ഗ്രീൻ. 75% ചുവപ്പ് പ്ലസ് 25% നീല ഇവ തമ്മിൽ ചേർത്താൽ കിട്ടുന്നത്. ആൻസർ ബി റെഡ് വയലറ്റ്. ക്വസ്റ്റ്യൻ 83. സ്ലൈവറുകളെ വലിച്ചു നീട്ടി ചെറുതാക്കുന്ന പ്രക്രിയ. സ്ലൈവറുകളെ വലിച്ചു നീട്ടി ചെറുതാക്കുന്ന പ്രക്രിയ. എ ഡ്രോയിങ്, ബി റോവിങ്, സി ഡ്രാഫ്റ്റിംഗ്, ഡി കോമ്പിംഗ്. സ്ലൈവറുകളെ വലിച്ചു നീട്ടി ചെറുതാക്കുന്ന പ്രക്രിയ. ആൻസർ ബി റോവിങ്. ക്വസ്റ്റ്യൻ 84. ഫ്യൂസിങ്ങിൻ്റെ ഘടകങ്ങളുമായി ബന്ധമില്ലാത്തത്. ഫ്യൂസിങ്ങിൻ്റെ ഘടകങ്ങളുമായി ബന്ധമില്ലാത്തത്. എ ബയസ് ക്ലോത്ത്, ബി കോട്ടിംഗ് സിസ്റ്റം, സി റെസിൻസ്, ഡി ഫീച്ചേഴ്സ്. ഫ്യൂസിങ്ങിൻ്റെ ഘടകങ്ങളുമായി ബന്ധമില്ലാത്തത്. എ ബയസ് ക്ലോത്ത്, ബി കോട്ടിംഗ് സിസ്റ്റം, സി റെസിൻസ്, ഡി ഫീച്ചേഴ്സ്. ആൻസർ ഡി ഫീച്ചേഴ്സ്. ക്വസ്റ്റ്യൻ 85. കോട്ടിൻ്റെ പുറകിലോ വശങ്ങളിലോ നൽകുന്ന തുറപ്പാണ്. കോട്ടിൻ്റെ പുറകിലോ വശങ്ങളിലോ നൽകുന്ന തുറപ്പാണ്. എ ബാൻഡ്, ബി ഗോർജ്, സി സ്ലിറ്റ്, ഡി വെൻറ്റ്. കോട്ടിൻ്റെ പുറകിലോ വശങ്ങളിലോ നൽകുന്ന തുറപ്പാണ് ബാൻഡ്, ഗോർജ്, സ്ലിറ്റ്, വെൻറ്റ്. ആൻസർ ഡി വെൻറ്റ്. ക്വസ്റ്റ്യൻ 86. ജീൻസിന് യോജിച്ച സീം. ജീൻസിന് യോജിച്ച സീം ഏത്? എ മോക്ക് ഫ്രഞ്ച്, ബി ടേൺ ആൻഡ് സ്റ്റിച്ച്, സി ഫ്ലാനൽ സീം, ഡി സീം ആൻഡ് ഫെൽ. ജീൻസിന് യോജിച്ച സീം ഏത്? മോക്ക് ഫ്രഞ്ച് സീം, ടേൺ ആൻഡ് സ്റ്റിച്ച്, ഫ്ലാനൽ സീം, സീം ആൻഡ് ഫെൽ സീം. ആൻസർ ടേൺ ആൻഡ് സ്റ്റിച്ച്. ക്വസ്റ്റ്യൻ 87. ലെതർ അപ്പാരൽസിൽ ഉപയോഗിക്കുന്നത്. ലെതർ അപ്പാരൽസിൽ ഉപയോഗിക്കുന്നത്. എ റൗണ്ട് നൈഫ്, ബി ബാൻഡ് നൈഫ്, സി സ്ട്രൈറ്റ് നൈഫ്, ഡി ഷോർട്ട് നൈഫ്. ലെതർ അപ്പാരൽസിൽ ഉപയോഗിക്കുന്നത്. എ റൗണ്ട് നൈഫ്, ബി ബാൻഡ് നൈഫ്, സി സ്ട്രൈറ്റ് നൈഫ്, ഡി ഷോർട്ട് നൈഫ്. ആൻസർ ഡി ഷോർട്ട് നൈഫ്. ക്വസ്റ്റ്യൻ 88. തയ്യൽ മെഷീനിൽ ആമിൻ്റെ ഭാഗമല്ലാത്തത്. തയ്യൽ മെഷീനിൽ ആമിൻ്റെ ഭാഗം അല്ലാത്തത്. എ സ്പൂൾ പിൻ, ബി ഫ്ലൈ വീൽ, സി സ്റ്റിച്ച് റെഗുലേറ്റർ, ഡി സ്റ്റോപ്പ് മോഷൻ സ്ക്രൂ. തയ്യൽ മെഷീനിൽ ആമിൻ്റെ ഭാഗം അല്ലാത്തത്. ആൻസർ ബി ഫ്ലൈ വീൽ. ക്വസ്റ്റ്യൻ 89. ബട്ടൺ ബാർ ഉണ്ടാക്കുന്ന ഓപ്പൺ. ബട്ടൺ ബാർ ഉണ്ടാക്കുന്ന ഓപ്പൺ. എ ഹെംഡ് ഓപ്പൺ, ബി ബൗണ്ട് ഓപ്പൺ, സി ഷർട്ട് ഓപ്പൺ, ഡി മിറ്റേഡ് ഓപ്പൺ. ബട്ടൺ ബാർ ഉണ്ടാക്കുന്ന ഓപ്പൺ. എ ഹെംഡ് ഓപ്പൺ, ബി ബൗണ്ട് ഓപ്പൺ, സി ഷർട്ട് ഓപ്പൺ, ഡി മിറ്റേഡ് ഓപ്പൺ. ആൻസർ എ ഹെംഡ് ഓപ്പൺ. ക്വസ്റ്റ്യൻ 90. ഒരറ്റം കൂർത്തതും മറ്റേ അറ്റം തൊപ്പിയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത്. ഒരറ്റം കൂർത്തതും മറ്റേ അറ്റം തൊപ്പിയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത്. എ സ്ട്രെയിറ്റ് പിൻ, ബി പുഷ് പിൻ, സി സ്റ്റിലറ്റോ, ഡി ഡ്രാഫ്റ്റിംഗ് പിൻ. ഒരറ്റം കൂർത്തതും മറ്റേ അറ്റം തൊപ്പിയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത്. എ സ്ട്രെയിറ്റ് പിൻ, ബി പുഷ് പിൻ, സി സ്റ്റിലറ്റോ, ഡി ഡ്രാഫ്റ്റിംഗ് പിൻ. ആൻസർ ഡി ഡ്രാഫ്റ്റിംഗ് പിൻ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ 91. ഏത് സീമിലാണ് ഫെല്ലിംഗ് ചെയ്യുന്നത്? ഏത് സീമിലാണ് ഫെല്ലിംഗ് ചെയ്യുന്നത്? എ ഫ്രഞ്ച് സീം, ബി ഡ്രസ് സീം, സി മെൻഡോ മെക്കേർഡ് സീം, ഡി റൺ ആൻഡ് ഫെൽ സീം. ഏത് സീമിലാണ് ഫെല്ലിംഗ് ചെയ്യുന്നത്? ആൻസർ ഡി റൺ ആൻഡ് ഫെൽ സീം. ക്വസ്റ്റ്യൻ 92. മുല്ല, ചെമ്പകം മുതലായ പുഷ്പങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഡിസൈനുകളാണ്. മുല്ല, ചെമ്പകം മുതലായ പുഷ്പങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഡിസൈനുകളാണ്. എ ജംനാദികൾ, ബി തേർച്ച, സി ബ്രൊക്കേഡുകൾ, ഡി ബുട്ടിക്കുകൾ. മുല്ല, ചെമ്പകം മുതലായ പുഷ്പങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഡിസൈനുകളാണ്. എ ജംനാദികൾ,
ബി തീർച്ച, സി ബ്രൊക്കേഡുകൾ, ഡി ബൂട്ടികൾ. ആൻസർ ഡി ബൂട്ടികൾ. ക്വസ്റ്റ്യൻ 93. എത്ര പ്രക്രിയയിലൂടെയാണ് നെയ്ത്തിന് വേണ്ട പാവ്, ഊട, നൂലുകളെ തയ്യാറാക്കുന്നത്? എത്ര പ്രക്രിയയിലൂടെയാണ് നെയ്ത്തിന് വേണ്ട പാവ്, ഊട, നൂലുകളെ തയ്യാറാക്കുന്നത്? എ 2, ബി 4, സി 3, ഡി 5. എത്ര പ്രക്രിയയിലൂടെയാണ് നെയ്ത്തിന് വേണ്ട പാവ്, ഊട, നൂലുകളെ തയ്യാറാക്കുന്നത്? ആൻസർ ബി 4. ക്വസ്റ്റ്യൻ 94. വസ്ത്രനിർമ്മാണത്തിൽ ഓരോ ഭാഗങ്ങൾ പ്രത്യേകമായി ഇസ്തിരി ഇടുന്നത്? വസ്ത്രനിർമ്മാണത്തിൽ ഓരോ ഭാഗങ്ങൾ പ്രത്യേകമായി ഇസ്തിരി ഇടുന്നത്? എ വെറ്റ് പ്രസ്സിംഗ്, ബി അണ്ടർ പ്രസ്സിംഗ്, സി ടോപ്പ് പ്രസ്സിംഗ്, ഡി സ്റ്റീം പ്രസ്സിംഗ്. വസ്ത്രനിർമ്മാണത്തിൽ ഓരോ ഭാഗങ്ങൾ പ്രത്യേകമായി ഇസ്തിരി ഇടുന്നത്? എ വെറ്റ് പ്രസ്സിംഗ്, ബി അണ്ടർ പ്രസ്സിംഗ്, സി ടോപ്പ് പ്രസ്സിംഗ്, ഡി സ്റ്റീം പ്രസ്സിംഗ്. ആൻസർ ബി അണ്ടർ പ്രസ്സിംഗ്. ക്വസ്റ്റ്യൻ 95. നൈലോൺ തുണി ഇസ്തിരി ഇടുമ്പോൾ സ്വീകരിക്കാവുന്ന താപനില? നൈലോൺ തുണി ഇസ്തിരി ഇടുമ്പോൾ സ്വീകരിക്കാവുന്ന താപനില? എ 160 ഡിഗ്രി സെൽഷ്യസ്, ബി 120 ഡിഗ്രി സെൽഷ്യസ്, സി 100 ഡിഗ്രി സെൽഷ്യസ്, ഡി 80 ഡിഗ്രി സെൽഷ്യസ്. നൈലോൺ തുണി ഇസ്തിരി ഇടുമ്പോൾ സ്വീകരിക്കാവുന്ന താപനില? എ 160 ഡിഗ്രി സെൽഷ്യസ്, ബി 120 ഡിഗ്രി സെൽഷ്യസ്, സി 100 ഡിഗ്രി സെൽഷ്യസ്, ഡി 80 ഡിഗ്രി സെൽഷ്യസ്. ആൻസർ ബി 120 ഡിഗ്രി സെൽഷ്യസ്. ക്വസ്റ്റ്യൻ 96. വൃത്താകൃതിയിൽ കമ്പിളിത്തുണി ഉണ്ടാക്കുന്നതിന് എത്ര സൂചികൾ? വൃത്താകൃതിയിൽ കമ്പിളിത്തുണി ഉണ്ടാക്കുന്നതിന് എത്ര സൂചികൾ? എ 1, ബി 2, സി 3, ഡി 4. വൃത്താകൃതിയിൽ കമ്പിളിത്തുണി ഉണ്ടാക്കുന്നതിന് എത്ര സൂചികൾ? ആൻസർ ഡി 4. ക്വസ്റ്റ്യൻ 97. ഫാഷൻ ഉൽപ്പന്നങ്ങളുടെ വിപണിയെ സ്വാധീനിക്കുന്ന ഘടകം അല്ലാത്തത്? ഫാഷൻ ഉൽപ്പന്നങ്ങളുടെ വിപണിയെ സ്വാധീനിക്കുന്ന ഘടകം അല്ലാത്തത്? എ സാമ്പത്തികം, ബി ആഗോളവൽക്കരണം, സി സംരക്ഷണം, ഡി സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം. ഫാഷൻ ഉൽപ്പന്നങ്ങളുടെ വിപണിയെ സ്വാധീനിക്കുന്ന ഘടകം അല്ലാത്തത്? എ സാമ്പത്തികം, ബി ആഗോളവൽക്കരണം, സി സംരക്ഷണം, ഡി സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം. ആൻസർ സി സംരക്ഷണം. ക്വസ്റ്റ്യൻ 98. മാൻഡ്രിൻ കോളർ ഏത് കോട്ടിന് ഉപയോഗിക്കുന്നു? മാൻഡ്രിൻ കോളർ ഏത് കോട്ടിന് ഉപയോഗിക്കുന്നു? എ ക്ലോസ് കോട്ട്, ബി SB കോട്ട്, സി DB കോട്ട്, ഡി ഡോക്ടേഴ്സ് കോട്ട്. മാൻഡ്രിൻ കോളർ ഏത് കോട്ടിന് ഉപയോഗിക്കുന്നു? എ ക്ലോസ് കോട്ട്, ബി SB കോട്ട്, സി DB കോട്ട്, ഡി ഡോക്ടേഴ്സ് കോട്ട്. ആൻസർ എ ക്ലോസ് കോട്ട്. ക്വസ്റ്റ്യൻ 99. ഒരു കളറിൻ്റെ തന്നെ ഗ്രേഡിയേഷൻ കൊണ്ടുണ്ടാക്കിയ ഡിസൈൻ ആണ്? ഒരു കളറിൻ്റെ തന്നെ ഗ്രേഡിയേഷൻ കൊണ്ടുണ്ടാക്കിയ ഡിസൈൻ ആണ്? എ ഹ്യൂ, ബി എർത്ത് ടോൺ, സി ജ്വൽ ടോൺ, ഡി ഹാഫ് ടോൺ. ഒരു കളറിൻ്റെ തന്നെ ഗ്രേഡിയേഷൻ കൊണ്ടുണ്ടാക്കിയ ഡിസൈൻ ആണ്? എ ഹ്യൂ, ബി എർത്ത് ടോൺ, സി ജ്വൽ ടോൺ, ഡി ഹാഫ് ടോൺ. ആൻസർ ഡി ഹാഫ് ടോൺ. ക്വസ്റ്റ്യൻ 100. താഴെ പറയുന്നവയിൽ വ്യത്യസ്തമായത്? താഴെ പറയുന്നവയിൽ വ്യത്യസ്തമായത്? എ നിറ്റ്, ബി കാസ്റ്റിംഗ് ഓൺ, സി ഡിക്രീസിംഗ്, ഡി കൗച്ചിങ്. താഴെ പറയുന്നവയിൽ വ്യത്യസ്തമായത്? എ നിറ്റ്, ബി കാസ്റ്റിംഗ് ഓൺ, സി ഡിക്രീസിംഗ്, ഡി കൗച്ചിങ്. ആൻസർ ഡി കൗച്ചിങ്. ക്വസ്റ്റ്യൻ 101. ഏതൊരു നിറത്തോടും കറുപ്പ് ചായം ചേർത്താൽ കിട്ടുന്ന കളർ? ഏതൊരു നിറത്തോടും കറുപ്പ് ചായം ചേർത്താൽ കിട്ടുന്ന നിറം? എ ഷെയ്ഡ്, ബി ടിൻറ്റ്, സി ടോൺ, ഡി പർപ്പിൾ. ഏതൊരു നിറത്തോടും കറുപ്പ് ചായം ചേർത്താൽ കിട്ടുന്ന കളർ? എ ഷെയ്ഡ്, ബി ടിൻറ്റ്, സി ടോൺ, ഡി പർപ്പിൾ. ആൻസർ എ ഷെയ്ഡ്. ക്വസ്റ്റ്യൻ 102. ജീൻസ് പോലെ കട്ടിയുള്ള തുണികൾക്ക് തയ്ക്കാൻ ഉപയോഗിക്കുന്ന നൂലിൻ്റെ നമ്പർ? ജീൻസ് പോലെ കട്ടിയുള്ള തുണികൾക്ക് തയ്ക്കാൻ ഉപയോഗിക്കുന്ന നൂലിൻ്റെ നമ്പർ? എ 10 40, ബി 30 60, സി 60 80, ഡി 80 100. ജീൻസ് പോലെയുള്ള കട്ടിയുള്ള തുണികൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന നൂലിൻ്റെ നമ്പർ? ആൻസർ എ 10 40. ക്വസ്റ്റ്യൻ 103. ഫാബ്രിക്കിൽ കുറച്ച് നീളത്തിൽ നൂൽ ചുരുണ്ടുകൂടി കാണുന്നതാണ്? ഫാബ്രിക്കിൽ കുറച്ച് നീളത്തിൽ നൂൽ ചുരുണ്ടുകൂടി കാണുന്നതാണ്? എ ഫ്ലോട്ട്, ബി സ്നാരൽ, സി ഫ്ലാറ്റ്, ഡി സ്ലാഷ്.
ഫാബ്രിക്കിൽ കുറച്ച് നീളത്തിൽ നൂൽ ചുരുണ്ടുകൂടി കാണുന്നതാണ്? എ ഫ്ലോട്ട്, ബി സ്നാരൽ, സി ഫ്ലാറ്റ്, ഡി സ്ലാഷ്. ഫാബ്രിക്കിൽ കുറച്ച് നീളത്തിൽ നൂൽ ചുരുണ്ടുകൂടി കാണുന്നതാണ് ആൻസർ സ്നാരൽ. ക്വസ്റ്റ്യൻ 104. ഫാഷൻ ഉൽപ്പന്നത്തിൻ്റെ ആവശ്യകത ഏറ്റവും കൂടി നിൽക്കുന്ന അവസ്ഥയാണ്? ഫാഷൻ ഉൽപ്പന്നത്തിൻ്റെ ആവശ്യകത ഏറ്റവും കൂടി നിൽക്കുന്ന അവസ്ഥയാണ് എ ക്ലാസിക്, ബി ഫാഡ്, സി പീക്ക് ഓഫ് പോപ്പുലാരിറ്റി, ഡി ഡിക്ലൈൻ ഇൻ പോപ്പുലാരിറ്റി. ഫാഷൻ ഉൽപ്പന്നത്തിൻ്റെ ആവശ്യകത ഏറ്റവും കൂടി നിൽക്കുന്ന അവസ്ഥയാണ് എ ക്ലാസിക്, ബി ഫാഡ്, സി പീക്ക് ഓഫ് പോപ്പുലാരിറ്റി, ഡി ഡിക്ലൈൻ ഇൻ പോപ്പുലാരിറ്റി. ആൻസർ സി പീക്ക് ഓഫ് പോപ്പുലാരിറ്റി. ക്വസ്റ്റ്യൻ 105. പെയിൻറ് കറ കളയുന്നതിന് ഉപയോഗിക്കുന്നത്? പെയിൻറ് കറ കളയുന്നതിന് ഉപയോഗിക്കുന്നത് എ ബോറക്സ്, ബി വിനാഗിരി, സി ഹൈഡ്രജൻ പെറോക്സൈഡ്, ഡി ടർപ്പൻറ്റൈൻ. പെയിൻറ് കറ കളയുന്നതിന് ഉപയോഗിക്കുന്നത് ആൻസർ ഡി ടർപ്പൻറ്റൈൻ. ക്വസ്റ്റ്യൻ 106. കാശിത ഏത് വർക്കുമായി ബന്ധപ്പെട്ടതാണ്? കാശിത ഏത് വർക്കുമായി ബന്ധപ്പെട്ടതാണ്? എ കാശ്മീർ എംബ്രോയ്ഡറി, ബി ആര്യവർക്ക്, സി സർദോഷി, ഡി കച്ച് വർക്ക്. കാശിത ഏത് വർക്കുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ കാശ്മീർ എംബ്രോയ്ഡറി. ക്വസ്റ്റ്യൻ 107. സിംഗർ മെഷീൻ കണ്ടുപിടിച്ച വർഷം? സിംഗർ മെഷീൻ കണ്ടുപിടിച്ച വർഷം ഏത്? എ 1851, ബി 1849, സി 1846, ഡി 1830. സിംഗർ മെഷീൻ കണ്ടുപിടിച്ച വർഷം ഏത്? എ 1851, ബി 1849, സി 1846, ഡി 1830. സിംഗർ മെഷീൻ കണ്ടുപിടിച്ച വർഷം ആൻസർ എ 1851. ക്വസ്റ്റ്യൻ 108. റിബൺ ഉപയോഗിച്ച് തയ്ക്കുന്ന സ്റ്റിച്ചിൽ ഉൾപ്പെടാത്തത്? റിബൺ ഉപയോഗിച്ച് തയ്ക്കുന്ന സ്റ്റിച്ചിൽ ഉൾപ്പെടാത്തത് എ ഫെദർ, ബി ഫ്ലൈ സ്റ്റിച്ച്, സി ലൂപ്പ് സ്റ്റിച്ച്, ഡി ക്രോസ് സ്റ്റിച്ച്. റിബൺ ഉപയോഗിച്ച് തയ്ക്കുന്ന സ്റ്റിച്ചിൽ ഉൾപ്പെടാത്തത് എ ഫെദർ സ്റ്റിച്ച്, ബി ഫ്ലൈ സ്റ്റിച്ച്, സി ലൂപ്പ് സ്റ്റിച്ച്, ഡി ക്രോസ് സ്റ്റിച്ച്. ആൻസർ ഡി ക്രോസ് സ്റ്റിച്ച്. ക്വസ്റ്റ്യൻ 109. കമൽക്കടായി വർക്ക് പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന സംസ്ഥാനം? കമൽക്കടായി വർക്ക് പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന സംസ്ഥാനം എ പഞ്ചാബ്, ബി കർണാടക, സി ആന്ധ്രാപ്രദേശ്, ഡി ഗുജറാത്ത്. കമൽക്കടായി വർക്ക് പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന സംസ്ഥാനം ആൻസർ സി ആന്ധ്രാപ്രദേശ്. ക്വസ്റ്റ്യൻ 110. ഗർച്ചോല എന്ന് വിശേഷിപ്പിക്കുന്നത്? ഗർച്ചോല എന്ന് വിശേഷിപ്പിക്കുന്നത് എ ബന്ദനികൾ, ബി കലംകാരി, സി ഫുൽക്കാരി, ഡി ചിക്കൻകാരി. ഗർച്ചോല എന്ന് വിശേഷിപ്പിക്കുന്നത് എ ബന്ദനികൾ, ബി കലംകാരി, സി ഫുൽക്കാരി, ഡി ചിക്കൻകാരി. ഗർച്ചോല എന്ന് വിശേഷിപ്പിക്കുന്നത് ആൻസർ എ ബന്ദനികൾ. ക്വസ്റ്റ്യൻ 111. ഈ അടയാളം സൂചിപ്പിക്കുന്നത്? ചിത്രത്തിൽ കാണുന്ന ഈ അടയാളം സൂചിപ്പിക്കുന്നത് എ ക്ലോറിൻ ബീച്ച്, ബി ഹാൻഡ് വാഷ്, സി ബ്ലീച്ച് ചെയ്യാവുന്നതല്ല, ഡി ഡ്രൈ ക്ലീനിങ്. ചിത്രത്തിൽ കാണുന്നത് സൂചിപ്പിക്കുന്നത് എ ക്ലോറിൻ ബീച്ച്, ബി ഹാൻഡ് വാഷ്, സി ബ്ലീച്ച് ചെയ്യാവുന്നതല്ല, ഡി ഡ്രൈ ക്ലീനിങ്. ആൻസർ സി ബ്ലീച്ച് ചെയ്യാവുന്നതല്ല. ക്വസ്റ്റ്യൻ 112. പൗൺസിങ്ങിന് ഉപയോഗിക്കാത്തത് ഏത്? പൗൺസിങ്ങിന് ഉപയോഗിക്കാത്തത് ഏത്? എ ഡാബർ, ബി ഇസ്തിരി, സി പ്രിക്കർ, ഡി ബ്ലാങ്കറ്റ് പാഡ്. പൗൺസിങ്ങിന് ഉപയോഗിക്കാത്തത് ഏത്? എ ഡാബർ, ബി ഇസ്തിരി, സി പ്രിക്കർ, ഡി ബ്ലാങ്കറ്റ് പാഡ്. ആൻസർ ബി ഇസ്തിരി. ക്വസ്റ്റ്യൻ 113. കളർ വീലിൻ്റെ ഒരു നിറത്തിന് നേരെ എതിരെ വരുന്ന നിറങ്ങൾ? കളർ വീലിൻ്റെ ഒരു നിറത്തിന് നേരെ എതിരെ വരുന്ന നിറങ്ങൾ എ കോംപ്ലിമെൻ്ററി, ബി കളർ ഹാർമണി, സി അനലോഗ്, ഡി സ്പ്ലിറ്റ് കോംപ്ലിമെൻ്ററി. കളർ വീലിൻ്റെ ഒരു നിറത്തിന് നേരെ എതിരെ വരുന്ന നിറങ്ങൾ ആൻസർ എ കോംപ്ലിമെൻ്ററി. ക്വസ്റ്റ്യൻ 114. ഒഴുകുന്ന പുഴ എന്ന കാവ്യാത്മകമായ പേരിൽ അറിയപ്പെടുന്നത്? ഒഴുകുന്ന പുഴ എന്ന കാവ്യാത്മകമായ പേരിൽ അറിയപ്പെടുന്നത് എ സാറ്റിൻ, ബി സിൽക്ക്, സി മസ്ലിൻ, ഡി ജോർജറ്റ്. ഒഴുകുന്ന പുഴ എന്ന കാവ്യാത്മകമായ പേരിൽ അറിയപ്പെടുന്നത് ആൻസർ സി മസ്ലിൻ. ക്വസ്റ്റ്യൻ 115. ബോഡീസിന് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി തയ്ക്കുന്നത്? ബോഡീസിന് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി തയ്ക്കുന്നത് എ സ്ക്വയർ ടക്ക്, ബി പിൻ ടക്ക്, സി കർവ് ടക്ക്,
ഡി ഇൻവെർട്ടർ ടക്ക്. ബോഡീസിന് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി തയ്ക്കുന്നത്. ആൻസർ സി കർവ്ഡ് ടക്ക്. ക്വസ്റ്റ്യൻ 116. വിസ്കോസ് റയോൺ അന്തരീക്ഷത്തിൽ നിന്നും എത്ര ശതമാനം ഈർപ്പം വലിച്ചെടുക്കുന്നു? വിസ്കോസ് റയോൺ അന്തരീക്ഷത്തിൽ നിന്നും എത്ര ശതമാനം ഈർപ്പം വലിച്ചെടുക്കുന്നു? എ 12%, ബി 11%, സി 10%, ഡി 7%. വിസ്കോസ് റയോൺ അന്തരീക്ഷത്തിൽ നിന്നും എത്ര ശതമാനം ഈർപ്പം വലിച്ചെടുക്കുന്നു? ആൻസർ എ 12%. ക്വസ്റ്റ്യൻ 117. ശരാശരി വിലയും ഗുണമേന്മയുമുള്ള വസ്ത്രങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ശരാശരി വിലയും ഗുണമേന്മയുമുള്ള വസ്ത്രങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? എ മോഡറേറ്റ്, ബി ഫാഷൻ, സി സ്റ്റൈലിംഗ്, ഡി സൈസ് റേഞ്ച്. ശരാശരി വിലയും ഗുണമേന്മയുമുള്ള വസ്ത്രങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? എ മോഡറേറ്റ്, ബി ഫാഷൻ, സി സ്റ്റൈലിംഗ്, ഡി സൈസ് റേഞ്ച്. ആൻസർ എ മോഡറേറ്റ്. ക്വസ്റ്റ്യൻ 118. നിറ്റിംഗ് തുണികളിൽ കുറുകെ കാണുന്ന ലൂപ്പുകളാണ്. നിറ്റിംഗ് തുണിയിൽ കുറുകെ കാണുന്ന ലൂപ്പുകളാണ് എ വെയിലുകൾ, ബി ഗ്രെയിൻ, സി കോഴ്സുകൾ, ഡി സ്ട്രക്ചർ. നിറ്റിംഗ് തുണികളിൽ കുറുകെ കാണുന്ന ലൂപ്പുകളാണ് ആൻസർ സി കോഴ്സുകൾ. ക്വസ്റ്റ്യൻ 119. കമ്പിളിനൂൽ ഉപയോഗിച്ച് എംബ്രോയിഡറി തയ്ക്കുന്നതിന് യോജിച്ചത്. കമ്പിളിനൂൽ ഉപയോഗിച്ച് എംബ്രോയിഡറി തയ്ക്കുന്നതിന് യോജിച്ചത്. എ നൈലോൺ, ബി ഹെവി ജാക്കോബിയൻ ടിൽ, സി സാറ്റിൻ, ഡി ടെറിലിൻ. കമ്പിളിനൂൽ ഉപയോഗിച്ച് എംബ്രോയിഡറി തയ്ക്കുന്നതിന് യോജിച്ചത്. എ നൈലോൺ, ബി ഹെവി ജാക്കോബിയൻ ടിൽ, സി സാറ്റിൻ, ഡി ടെറിലിൻ. ആൻസർ ബി ഹെവി ജാക്കോബിയൻ ടിൽ. ക്വസ്റ്റ്യൻ 120. കസൂത്തി ഏത് സ്റ്റിച്ചിൻ്റെ വകഭേദം? കസൂത്തി ഏത് സ്റ്റിച്ചിൻ്റെ വകഭേദം? എ ചെയിൻ, ബി സ്റ്റെം, സി സാറ്റിൻ, ഡി ഹോൾബെയിൻ. കസൂത്തി ഏത് സ്റ്റിച്ചിൻ്റെ വകഭേദം? ആൻസർ ഡി ഹോൾബെയിൻ. ക്വസ്റ്റ്യൻ 121. കൃത്രിമ മർദ്ദരീതി അനുസരിച്ച് ചുരുക്കിയ തുണികൾ ഉണക്കുന്ന പ്രക്രിയ. കൃത്രിമ മർദ്ദരീതി അനുസരിച്ച് ചുരുക്കിയ തുണികൾ ഉണക്കുന്ന പ്രക്രിയ. എ ചുരുക്കൽ, ബി പശ തേക്കൽ, സി തൂക്കം കൂട്ടൽ, ഡി സാൻഫ്രൈസ്ഡ്. കൃത്രിമ മർദ്ദരീതി അനുസരിച്ച് ചുരുക്കിയ തുണികൾ ഉണക്കുന്ന പ്രക്രിയ. ആൻസർ ഡി സാൻഫ്രൈസ്ഡ്. ക്വസ്റ്റ്യൻ 122. ശരിയായ പ്രസ്താവന. എ ഒറ്റ തുണിയിൽ ചുരുക്കിയിടുന്നതിനെ സീം എന്ന് പറയുന്നു. ബി പ്ലാക്കറ്റ് എന്നത് പോക്കറ്റ് ആകുന്നു. സി ഫ്ലൈ കാച്ചിൽ ബട്ടൺ പിടിപ്പിക്കുന്നു. ഡി ഫ്ലൈ പാർട്ടിൽ ബട്ടൺ പിടിപ്പിക്കുന്നു. ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ഒറ്റ തുണിയിൽ ചുരുക്കിയിടുന്നതിനെ സീം എന്ന് പറയുന്നു. അത് തെറ്റാണ്. ബി പ്ലാക്കറ്റ് എന്നത് പോക്കറ്റ് ആകുന്നു. അതും തെറ്റാണ്. സി ഫ്ലൈ കാച്ചിൽ ബട്ടൺ പിടിപ്പിക്കുന്നു. അത് ശരിയാണ്. ഡി ഫ്ലൈ പാർട്ടിൽ ബട്ടൺ പിടിപ്പിക്കുന്നു. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് സി ആണ്, ഫ്ലൈ കാച്ചിൽ ബട്ടൺ പിടിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ 123. ലോങ് ഫ്രഞ്ച് നോട്ടുകൾ പെട്ടത്. ലോങ് ഫ്രഞ്ച് നോട്ടുകളിൽ പെട്ടത്. എ പിസ്റ്റൽ സ്റ്റിച്ച്, ബി ഷെവറോൺ, സി ഫെദർ സ്റ്റിച്ച്, ഡി ഹോൾബെയിൻ സ്റ്റിച്ച്. ലോങ് ഫ്രഞ്ച് നോട്ടിൽ ഉൾപ്പെട്ടത്. എ പിസ്റ്റൽ സ്റ്റിച്ച്, ബി ഷെവറോൺ, സി ഫെദർ സ്റ്റിച്ച്, ഡി ഹോൾബെയിൻ സ്റ്റിച്ച്. ആൻസർ എ പിസ്റ്റൽ സ്റ്റിച്ച്. ക്വസ്റ്റ്യൻ 124. IST എന്നത് സൂചിപ്പിക്കുന്നത്. IST എന്നത് സൂചിപ്പിക്കുന്നത്. എ മാർക്കിംഗ് ക്ലോത്ത്, ബി ബോൾഡിംഗ് ക്ലോത്ത്, സി ബൈൻഡർ, ഡി ഫിക്സർ. IST എന്നത് സൂചിപ്പിക്കുന്നത്. ആൻസർ ബി ബോൾഡിംഗ് ക്ലോത്ത്. ക്വസ്റ്റ്യൻ 125. തയ്യലിൽ കൂടി അല്ലാതെ വസ്ത്രങ്ങൾക്ക് മോടി കൂട്ടാവുന്ന പ്രവർത്തന രീതി. തയ്യലിൽ കൂടി അല്ലാതെ വസ്ത്രങ്ങൾക്ക് മോടി കൂട്ടാവുന്ന പ്രവർത്തന രീതി. എ ഗാദറിംഗ്, ബി ടാക്കിംഗ്, സി ഹെമ്മിങ്, ഡി പെയിൻറ്റിങ്. തയ്യൽ കൂടി അല്ലാതെ വസ്ത്രങ്ങൾക്ക് മോടി കൂട്ടാവുന്ന പ്രവർത്തന രീതി. ആൻസർ ഡി പെയിൻറ്റിങ്. ക്വസ്റ്റ്യൻ 126. ഒരു താൽക്കാലിക പ്രക്രിയ. ഒരു താൽക്കാലിക പ്രക്രിയ. എ പശ ചേർക്കൽ, ബി തൂക്കം കൂട്ടൽ, സി കലണ്ടറിംഗ്, ഡി നെയ്ത്ത്. ഒരു താൽക്കാലിക പ്രക്രിയ. എ പശ ചേർക്കൽ, ബി തൂക്കം കൂട്ടൽ, സി കലണ്ടറിംഗ്, ഡി നെയ്ത്ത്. ആൻസർ എ പശ ചേർക്കൽ. ക്വസ്റ്റ്യൻ 127. ഹിപ്പ് അളവുകൾ ഉൾപ്പെടാത്തത്. ഹിപ്പ് അളവിൽ ഉൾപ്പെടാത്തത്. എ ട്രൗസർ, ബി ഷർട്ട്, സി ഷോർട്ട്സ്, ഡി കമ്മീസ്. ഹിപ്പ് അളവിൽ ഉൾപ്പെടാത്തത്. എ ട്രൗസർ, ബി ഷർട്ട്, സി ഷോർട്ട്സ്, ഡി കമ്മീസ്. ആൻസർ ബി ഷർട്ട്.
ക്വസ്റ്റ്യൻ 128 ന്യൂ ഇംഗ്ലീഷ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂ ഇംഗ്ലീഷ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ തുണി നിർമ്മാണം, ബി നെയ്ത്ത്, സി നൂലിൻ്റെ നേർമ, ഡി നൂൽനൂൽപ്പ്. ന്യൂ ഇംഗ്ലീഷ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ തുണി നിർമ്മാണം, ബി നെയ്ത്ത്, സി നൂലിൻ്റെ നേർമ, ഡി നൂൽനൂൽപ്പ്. ആൻസർ സി നൂലിൻ്റെ നേർമ. ക്വസ്റ്റ്യൻ 129 പാവുനൂലുകളുടെയും ഊടുനൂലുകളുടെയും എണ്ണങ്ങൾ തമ്മിൽ അനുപാതം. പാവുനൂലുകളുടെയും ഊടുനൂലുകളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അനുപാതം എ ബാലൻസ്, ബി സെൽവഡ്ജ്, സി കോഴ്സ്, ഡി കൗണ്ട്. പാവുനൂലുകളുടെയും ഊടുനൂലുകളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അനുപാതത്തെ പറയുന്നത്. ആൻസർ എ ബാലൻസ്. ക്വസ്റ്റ്യൻ 130 പാവുനൂലുകൾ ഒന്നിച്ചു ചുറ്റിയെടുക്കുന്ന പ്രക്രിയ. പാവുനൂലുകൾ ഒന്നിച്ച് ചുറ്റിയെടുക്കുന്ന പ്രക്രിയ എ ടാക്കിംഗ്, ബി വാർപ്പിംഗ്, സി ഫെൽറ്റിംഗ്, ഡി വെഫ്റ്റിംഗ്. പാവുനൂലുകൾ ഒന്നിച്ചു ചുറ്റിയെടുക്കുന്ന പ്രക്രിയ എ ടാക്കിംഗ്, ബി വാർപ്പിംഗ്, സി ഫെൽറ്റിംഗ്, ഡി വെഫ്റ്റിംഗ്. ആൻസർ ബി വാർപ്പിംഗ്. ക്വസ്റ്റ്യൻ 131 വെർട്ടിക്കൽ ദിശയിൽ ഡബിൾ റണ്ണിംഗ് സ്റ്റിച്ച് ഉപയോഗിച്ച് ഡിസൈൻ ചിത്രീകരിക്കുന്ന രീതി. വെർട്ടിക്കൽ ദിശയിൽ ഡബിൾ റണ്ണിംഗ് സ്റ്റിച്ച് ഉപയോഗിച്ച് ഡിസൈൻ ചിത്രീകരിക്കുന്ന രീതി എ മുറുകി, ബി ഗാവന്തി, സി നെഗി, ഡി മെന്തി. വെർട്ടിക്കൽ ദിശയിൽ ഡബിൾ റണ്ണിംഗ് സ്റ്റിച്ച് ഉപയോഗിച്ച് ഡിസൈൻ ചിത്രീകരിക്കുന്ന രീതി. ആൻസർ എ മുറുകി. ക്വസ്റ്റ്യൻ 132 ബീറ്റിംഗ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട സൂചകം. ബീറ്റിംഗ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട സൂചകം എ സ്ലേ, ബി വെൽ, സി നിറ്റിംഗ്, ഡി ചുരുക്കൽ. ബീറ്റിംഗ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട സൂചകം. ആൻസർ എ സ്ലേ. ക്വസ്റ്റ്യൻ 133 യാന്ത്രികമായ ഒരു അടിസ്ഥാന അലങ്കാര പ്രവർത്തനം. യാന്ത്രികമായ ഒരു അടിസ്ഥാന അലങ്കാര പ്രവർത്തനം എ കലണ്ടറിംഗ്, ബി എംബോസിംഗ്, സി പ്രസ്സിംഗ്, ഡി സിഞ്ചിങ്. യാന്ത്രികമായ ഒരു അടിസ്ഥാന അലങ്കാര പ്രവർത്തനം. ആൻസർ ഡി സിഞ്ചിങ്. ക്വസ്റ്റ്യൻ 134 തുണിയുടെ നിർമ്മിതി എങ്ങനെയുള്ളത് എന്ന് കാണിക്കുന്ന അറിവ്. തുണിയുടെ നിർമ്മിതി എങ്ങനെയുള്ളതെന്ന് കാണിക്കുന്ന അറിവ് എ ബാലൻസ്, ബി ടെക്സ്ചർ, സി ഫേസ്, ഡി ഗ്രെയിൻ. തുണിയുടെ നിർമ്മിതി എങ്ങനെയുള്ളത് എന്ന് കാണിക്കുന്ന അറിവ്. ആൻസർ ബി ടെക്സ്ചർ. ക്വസ്റ്റ്യൻ 135 മാർക്കിംഗ് സ്റ്റിച്ചുകളിൽ ഉൾപ്പെടാത്തത്. മാർക്കിംഗ് സ്റ്റിച്ചുകളിൽ ഉൾപ്പെടാത്തത് എ ക്രോസ് സ്റ്റിച്ച്, ബി സ്റ്റാർ സ്റ്റിച്ച്, സി ഡർബൻ സ്റ്റിച്ച്, ഡി വീറ്റ് സ്റ്റിച്ച്. മാർക്കിംഗ് സ്റ്റിച്ചുകളിൽ ഉൾപ്പെടാത്തത് എ ക്രോസ് സ്റ്റിച്ച്, ബി സ്റ്റാർ സ്റ്റിച്ച്, സി ഡർബൻ സ്റ്റിച്ച്, ഡി വീറ്റ് സ്റ്റിച്ച്. ആൻസർ ഡി വീറ്റ് സ്റ്റിച്ച്. ക്വസ്റ്റ്യൻ 136 ഡ്രൈ ക്ലീനിങ് പ്രവർത്തന ശേഷം ക്ലീനിങ് ലായകം നീക്കം ചെയ്യുന്ന പ്രവർത്തനം. ഡ്രൈ ക്ലീനിങ് പ്രവർത്തന ശേഷം ക്ലീനിങ് ലായകം നീക്കം ചെയ്യുന്ന പ്രവർത്തനം എ പ്രീ സ്പോട്ടിംഗ്, ബി എക്സ്ട്രാക്ഷൻ, സി മാർക്കിംഗ്, ഡി ഇൻസ്പെക്ഷൻ. ഡ്രൈ ക്ലീനിങ് പ്രവർത്തന ശേഷം ക്ലീനിങ് ലായകം നീക്കം ചെയ്യുന്ന പ്രവർത്തനം. ആൻസർ ബി എക്സ്ട്രാക്ഷൻ. ക്വസ്റ്റ്യൻ 137 നാരുകളെ ഉയർന്ന താപനിലയിൽ ചായലായനിയിൽ മുക്കി നിറം പിടിപ്പിക്കുന്ന രീതി. നാരുകളെ ഉയർന്ന താപനിലയിൽ ചായലായനിയിൽ മുക്കി നിറം പിടിപ്പിക്കുന്ന രീതി എ സ്റ്റോക്ക്, ബി സ്പിന്നിംഗ്, സി വെറ്റിംഗ്, ഡി സസ്പെൻഷൻ. നാരുകളെ ഉയർന്ന താപനിലയിൽ ചായലായനിയിൽ മുക്കി നിറം പിടിപ്പിക്കുന്ന രീതി എ സ്റ്റോക്ക്, ബി സ്പിന്നിംഗ്, സി വെറ്റിംഗ്, ഡി സസ്പെൻഷൻ. ആൻസർ എ സ്റ്റോക്ക്. ക്വസ്റ്റ്യൻ 138 ചിത്രത്തിൽ ഉള്ളതുമായി ബന്ധമുള്ളത്. ചിത്രത്തിൽ ഉള്ളതുമായി ബന്ധമുള്ളത് എ ഡബിൾ ഫെദർ, ബി ഹോൾബെയിൻ, സി ലേസ്ഡ് റണ്ണിംഗ്, ഡി സീഡ് സ്റ്റിച്ച്. ചിത്രത്തിൽ ഉള്ളതുമായ ബന്ധമുള്ളത് ഡബിൾ ഫെദർ, ഹോൾബെയിൻ, ലേസ്ഡ് റണ്ണിംഗ്, സീഡ് സ്റ്റിച്ച്. ആൻസർ ഡി സീഡ് സ്റ്റിച്ച്. ക്വസ്റ്റ്യൻ 139 ചിത്രത്തിൽ കാണുന്ന പ്രവർത്തന രീതി. ചിത്രത്തിൽ കാണുന്ന പ്രവർത്തന രീതി എ ഷാഡോ സ്റ്റിച്ച്, ബി ബട്ടൺ ഹോൾ സ്റ്റിച്ച്, സി ഇന്നർ സ്ട്രോക്ക്, ഡി ഔട്ടർ സ്ട്രോക്ക്. ചിത്രത്തിൽ കാണുന്ന പ്രവർത്തന രീതി എ ഷാഡോ സ്റ്റിച്ച്, ബി ബട്ടൺ ഹോൾ സ്റ്റിച്ച്, സി ഇന്നർ സ്ട്രോക്ക്, ഡി ഔട്ടർ സ്ട്രോക്ക്. ആൻസർ ഡി ഔട്ടർ സ്ട്രോക്ക്. ക്വസ്റ്റ്യൻ 140 ഡിസൈനുകൾ വരയ്ക്കുന്നതിനുള്ള മാധ്യമം. ഡിസൈനുകൾ വരയ്ക്കുന്നതിനുള്ള മാധ്യമം എ ബ്ലോട്ടിംഗ് പേപ്പർ, ബി ഡ്രോയിങ് പേപ്പർ, സി കാർട്രിഡ്ജ് പേപ്പർ, ഡി ബ്ലാങ്കറ്റ് പേപ്പർ.
ഡിസൈനുകൾ വരയ്ക്കുന്നതിനുള്ള മാധ്യമം? എ ബ്ലോട്ടിംഗ് പേപ്പർ, ബി ഡ്രോയിങ് പേപ്പർ, സി കാർട്രിഡ്ജ് പേപ്പർ, ഡി ബ്ലാങ്കറ്റ് പേപ്പർ. ആൻസർ സി കാർട്രിഡ്ജ് പേപ്പർ. ക്വസ്റ്റ്യൻ 141. തുണി നിർമ്മാണത്തിനുള്ള അടിസ്ഥാന ഘടകം. തുണി നിർമ്മാണത്തിനുള്ള അടിസ്ഥാന ഘടകം. എ നൂലുകൾ, ബി നാരുകൾ, സി തയ്യലുകൾ, ഡി സീം. തുണി നിർമ്മാണത്തിനുള്ള അടിസ്ഥാന ഘടകം. എ നൂലുകൾ, ബി നാരുകൾ, സി തയ്യലുകൾ, ഡി സീം. ആൻസർ ബി നാരുകൾ. ക്വസ്റ്റ്യൻ 142. ലേ ഔട്ട് വരച്ച് തുണി വീതി കണക്കാക്കുന്നതിനുള്ള മാധ്യമം. ലേ ഔട്ട് വരച്ച് തുണി വീതി കണക്കാക്കുന്നതിനുള്ള മാധ്യമം. എ സ്കെയിൽ, ബി ടൈലേഴ്സ് സ്ക്വയർ, സി സ്കെയിൽ ട്രയാങ്കിൾ, ഡി മെഷറിംഗ് ടേപ്പ്. ലേ ഔട്ട് വരച്ച് തുണി വീതി കണക്കാക്കുന്നതിനുള്ള മാധ്യമം. എ സ്കെയിൽ, ബി ടൈലേഴ്സ് സ്ക്വയർ, സി സ്കെയിൽ ട്രയാങ്കിൾ, ഡി മെഷറിംഗ് ടേപ്പ്. ആൻസർ സി സ്കെയിൽ ട്രയാങ്കിൾ. ക്വസ്റ്റ്യൻ 143. ഗാദറിംഗ് ഫുട്ടിൻ്റെ പ്രവർത്തനം. എ ഹെം ചെയ്യുക, ബി സിപ്പ് തയ്ക്കുക, സി ടെക്ക് തയ്ക്കുക, ഡി ചുരുക്കുകൾ ഇടുക. ഗാദറിംഗ് ഫുട്ടിൻ്റെ പ്രവർത്തനം. എ ഹെം ചെയ്യുക, ബി സിപ്പ് തയ്ക്കുക, സി ടെക്ക് തയ്ക്കുക, ഡി ചുരുക്കുകൾ ഇടുക. ആൻസർ ഡി ചുരുക്കുകൾ ഇടുക. ക്വസ്റ്റ്യൻ 144. പുതിയ സീസണൽ പ്രൊഡക്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ഘടകം. എ റോ മെറ്റീരിയൽ, ബി സ്മാഷ്, സി ലൈൻ റിലീസ്, ഡി വർക്ക് ക്ലോത്ത്. പുതിയ സീസണൽ പ്രൊഡക്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ഘടകം. എ റോ മെറ്റീരിയൽ, ബി സ്മാഷ്, സി ലൈൻ റിലീസ്, ഡി വർക്ക് ക്ലോത്ത്. ആൻസർ സി ലൈൻ റിലീസ്. ക്വസ്റ്റ്യൻ 145. ഷാഡോ വർക്കുമായി ബന്ധമില്ലാത്ത സൂചകം. ഷാഡോ വർക്കുമായി ബന്ധമില്ലാത്ത സൂചകം. എ ജാലി വർക്ക്, ബി ഫ്ലാറ്റ് സീക്വൻസ്, സി ഫ്ലാറ്റ് സ്റ്റൈൽ, ഡി എംബോസ്മെൻറ്റ് സ്റ്റൈൽ. ഷാഡോ വർക്കുമായി ബന്ധമില്ലാത്ത സൂചകം. എ ജാലി വർക്ക്, ബി ഫ്ലാറ്റ് സീക്വൻസ്, സി ഫ്ലാറ്റ് സ്റ്റൈൽ, ഡി എംബോസ്മെൻറ്റ് സ്റ്റൈൽ. ആൻസർ ബി ഫ്ലാറ്റ് സീക്വൻസ്. ക്വസ്റ്റ്യൻ 146. സാധാരണ ട്വിൽ ഡിസൈനിനെ മറ്റൊരു വിധത്തിൽ നവീകരിക്കുന്ന പ്രവർത്തന രീതി. എ ഹെറിംഗ് ബോൺ നെയ്ത്ത്, ബി സാറ്റിൻ നെയ്ത്ത്, സി വേവ് നെയ്ത്ത്, ഡി ഡയമണ്ട് നെയ്ത്ത്. സാധാരണ ട്വിൽ ഡിസൈനിനെ മറ്റൊരു വിധത്തിൽ നവീകരിക്കുന്ന പ്രവർത്തന രീതി. എ ഹെറിംഗ് ബോൺ നെയ്ത്ത്, ബി സാറ്റിൻ നെയ്ത്ത്, സി വേവ് നെയ്ത്ത്, ഡി ഡയമണ്ട് നെയ്ത്ത്. ആൻസർ ഡി ഡയമണ്ട് നെയ്ത്ത്. ക്വസ്റ്റ്യൻ 147. ശുഭ്രീകരണ വസ്തുക്കളിൽ ഉൾപ്പെടാത്തത്. ശുഭ്രീകരണ വസ്തുക്കളിൽ ഉൾപ്പെടാത്തത്. എ നീലം, ബി അൾട്രാമറൈൻ നീലം, സി ഇൻഡിഗോ നീലം, ഡി അസറ്റോൺ. ശുഭ്രീകരണ വസ്തുക്കളിൽ ഉൾപ്പെടാത്തത്. എ നീലം, ബി അൾട്രാമറൈൻ നീലം, സി ഇൻഡിഗോ നീലം, ഡി അസറ്റോൺ. ആൻസർ ഡി അസറ്റോൺ. ക്വസ്റ്റ്യൻ 148. സൽക്കദോസി എന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടത്. എ കാശ്മീരി, ബി ഷിഷ, സി കച്ച്, ഡി കാന്ത. സൽക്കദോസി എന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടത്. എ കാശ്മീരി, ബി ഷിഷ, സി കച്ച്, ഡി കാന്ത. ആൻസർ എ കാശ്മീരി. ക്വസ്റ്റ്യൻ 149. വസ്ത്രങ്ങളുടെ വിഭജനം ആസ്പദമാക്കുന്നത്. എ ഗുണം, ബി നിറം, സി ടെക്സ്ചർ, ഡി അളവുകൾ. വസ്ത്രങ്ങളുടെ വിഭജനം ആസ്പദമാക്കുന്നത്. എ ഗുണം, ബി നിറം, സി ടെക്സ്ചർ, ഡി അളവുകൾ. ആൻസർ ഡി അളവുകൾ. ക്വസ്റ്റ്യൻ 150. സ്ത്രീകളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉൾപ്പെടുന്നത്. എ കാന്ത വർക്ക്, ബി ദർവാരി, എ കാശ്മീരി വർക്ക്, ഡി കച്ച് വർക്ക്. സ്ത്രീകളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉൾപ്പെടുന്നത്. എ കാന്ത വർക്ക്, ബി ദർവാരി, സി കാശ്മീരി വർക്ക്, ഡി കച്ച് വർക്ക്. ആൻസർ ബി ദർവാരി. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ദിവസം വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.